ധർമ്മസ്ഥലയിൽ മാർക്ക് ചെയ്ത 13 ഇടങ്ങളിലെ മണ്ണ് കുഴിച്ചുള്ള പരിശോധന നാളെ പൂർത്തിയാകും. ഇന്ന് തിരച്ചിൽ നടക്കുന്നില്ല. 10 വരെയുള്ള പോയിന്റുകളിൽ പരിശോധന പൂർത്തിയായെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിടാൻ SIT തയ്യാറായിട്ടില്ല. 6-ാം പോയിന്റിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം അടുത്തയാഴ്ചയോടെ പുറത്തുവന്നേക്കും. ഇതിനിടെ പരാതി പിൻവലിക്കാൻ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി KV ബൈജു, ധർമ്മസ്ഥലയിലെ SITയുടെ അന്വേഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഈ എന്തൊക്കെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് ഏറ്റവും പ്രധാനമായത്. അതിനിടയിലാണ് കൂടുതൽ പരാതി വരുന്നുണ്ട്. ഒപ്പം ഈ അന്വേഷണ സംഘത്തിലുള്ള ആളെക്കുറിച്ച് വരെ പരാതി ഉണ്ടാവുന്നത്. ഇനി എപ്പോഴായിരിക്കും ഈ തെരച്ചിൽ പുനരാരംഭിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഇന്ന് തെരച്ചിൽ ഇല്ല. നാളെ മുതൽ വീണ്ടും തെരച്ചിലുണ്ടാവും. അതായത് ഇനി മാർക്ക് ചെയ്ത 3 പോയിന്റ് മാത്രമാണ് തെരച്ചിൽ നടത്താനുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ ഈ തെരച്ചിൽ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പുതിയ സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളൊന്നും തന്നെ SIT പങ്കുവച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതുവരെ ഉണ്ടായ ഈ അന്വേഷണ പുരോഗതിയും ഇതുവരെ SIT പുറത്ത് വിട്ടിട്ടില്ല. ഏതായാലും അത് നിർണായകമാണ്. ഈ ആഴ്ച സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങൾ ഇത്രയും ദിവസത്തെ പരിശോധനയിൽ കണ്ടെത്തി, അത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു ആഴ്ച വളരെ നിർണായകമാണ്. അത് വളരെ പ്രധാനമാണ്. ആ ഇതുവരെ ഉണ്ടായ പരിശോധനയുടെ കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ വിശദീകരിച്ചേക്കാം. എന്തായാലും നിലവിൽ SIT രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് ഈ ഒരു പരിശോധന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാക്ഷിമത്തുള്ള ഓരോ ഇത്തരത്തിലുള്ള കുഴിയെടുത്തുള്ള പരിശോധനയുടെയും വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇതിനിടയിലാണ് ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവം ഉണ്ടായത്. അത് സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. DGP ഈ ഉദ്യോഗസ്ഥരെ നേരിട്ട് ബംഗളൂരുവിലെ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച നടപടി ഉണ്ടാകുമെന്നും DGP ആക്ഷൻ കമ്മിറ്റി ഉറപ്പ് നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നലെ വീണ്ടും ഈ സാക്ഷി തെളിവെടുപ്പിലെത്തിയത്. എന്തായാലും ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദുരൂഹതയിലെ അകറ്റാൻ വളരെ നിർണായകമാണ് ഈ ഒരു വരുന്ന 3 ദിവസം. നാളെ പരിശോധന പൂർത്തിയായാൽ ഇനി കൂടിയാലോചന നടത്തി പുതിയ സ്ഥലങ്ങൾ മാർക്ക് ചെയ്യണമോ, അതായത് ഇനി കൂടുതലും സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ് ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് കോടതി ഉത്തരവോടുകൂടി അവിടെ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാക്ഷി ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇടങ്ങളും കുഴിച്ച് പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെയാണ് നേരത്തെ തന്നെ ഈ ഒരു സംഘത്തലവനായ DGP വ്യക്തമാക്കിയത്. പ്രാഥമിക ഘട്ടത്തിലാണെന്നാണ് അദ്ദേഹം ഇപ്പോഴും ഈ ഒരു അന്വേഷണത്തെ പറയുന്നത്. കാരണം കൂടുതൽ പരാതികൾ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിലാണ് ഇത്തരത്തിൽ പുതിയ പരാതികൾ എത്തിയത്. അതായത് 20 വയസ്സായ ഒരു പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ടതാണ്. അത്തരത്തിൽ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു ഉറപ്പിന്മേലാണ് കൂടുതൽ പരാതികൾ വരുന്നത്. ബംഗളൂരുവിൽ ഇതേപോലെ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. അവിടെയും പരാതികൾ വരുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് നിലവിൽ ഈ പരിശോധനയുടെ ഇപ്പോഴത്തെ മുഴുവൻ പരിശോധനയും ഒരു കൂടിയാലോചന ഉണ്ടാകും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളെ സംബന്ധിച്ച് തീരുമാനമുണ്ടാവുക. ബുധനാഴ്ചയോടുകൂടി ഒരു പക്ഷേ DGPയുടെ വാർത്താ സമ്മേളനം ബംഗളൂരുവിൽ ഉണ്ടാകും. ഇതുവരെ ഉണ്ടായ അന്വേഷണ പുരോഗതി ആ ഒരു വാർത്താ സമ്മേളനത്തിൽ വിലയിരുത്തും. നിലവിൽ ലഭിച്ചിട്ടുള്ള, അതായത് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന 6-ൽ നിന്നും 6-ാമത്തെ പോയിന്റിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ പരിശോധനാ ഫലവും ഈ ആഴ്ച തന്നെ പുറത്തു വരുമെന്നാണ് പറയുന്നത്. അതായത് പ്രാഥമികമായ ഒരു ഫോറൻസിക് പരിശോധനാ ഫലമായിരിക്കും വരിക. അതിൽ എത്ര പേരുടെ മൃതദേഹാവശിഷ്ടം ഇത്തരത്തിൽ ലഭിച്ചു, അത്തരം കാര്യങ്ങൾ, എത്ര പഴക്കമുണ്ട്, അത്തരം കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ പ്രാഥമികമായി ലഭിക്കുക. എന്തായാലും ബുധനാഴ്ചയോടുകൂടി ഇതിലൊരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയുടെ ഒന്നും തന്നെ വിശദാംശങ്ങൾ ഇപ്പോൾ SIT പുറത്തുവിട്ടിട്ടില്ല. ബൈജു, ഇതിനിടയിലാണല്ലോ ഈ അന്വേഷണ സംഘത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി വരുന്നത്. അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ പരാതി വരുന്നത്. ഇന്നലെ ഈ വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സംഘം അന്വേഷണം നടത്തിയെങ്കിലും അതായത് വീഡിയോ ചിത്രീകരിച്ചു തുടങ്ങിയ ഗൗരവമേറിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആക്ഷൻ കൗൺസിൽ ഈ സംഭവവികാസങ്ങളെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന ആരോപണങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ശ്രീജ, ആക്ഷൻ കൗൺസിലിന്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കാരണം ഈ മഞ്ജുനാഥ ഗൌഡ എന്ന് പറയുന്ന സിർസിയിലെ CI സർക്കിൾ ഇൻസ്പെക്ടറെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ പരിശോധന നടത്തിയത്. അതിൽ നിന്ന് തന്നെ ഈ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം ശരിവെക്കുന്ന ഒരു കാര്യമാണുള്ളത്. ഈ സംഭവത്തിൽ പ്രധാനമായും ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ ഏത് രീതിയിലാണ് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ചത്, അതായത് അടച്ചിട്ട മുറിയിൽ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിൽ നിന്നും സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് ആരോപണമുള്ളത്.
ആ സംഭവത്തിൽ ഏതായാലും ഇയാളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. SIT സംഘത്തിൽ നിലവിൽ ഇയാൾ ഇപ്പോൾ ഇല്ല. അതിൽ നിന്ന് തന്നെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം ശരിവെക്കുന്നുണ്ട്. അതോടൊപ്പം ഇയാൾക്ക് എതിരെയുള്ള നടപടി, അത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തിയതിനു ശേഷം ഉണ്ടാകും. എന്തായാലും ഇയാളെ മാറ്റിയാൽ മാത്രമേ ഇനി സാക്ഷി ഇത്തരത്തിൽ സഹകരിക്കൂ എന്ന ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാവുകയായിരുന്നു. ഏതായാലും DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം. അതിൽ 20ഓളം അംഗങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സംഘമാണ് പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് പല സ്റ്റേഷനിലുള്ള ആളുണ്ട്. 4 മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ ഒരു മേൽനോട്ടം കൂടി ഉണ്ട്. അവർ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ധർമ്മസ്ഥലയിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഓരോ ഘട്ടവും ഇപ്പോൾ ഈ പരിശോധന പൂർത്തിയാക്കുന്നത്. 10 വരെയുള്ള ഈ ഒരു പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇനി 11ഉം 12ഉം ഈ നേത്രാവതി പുഴയ്ക്ക് സമീപം റോഡിനോട് ചേർന്ന സ്ഥലത്താണെങ്കിൽ 13ാമത്തെ പോയിന്റ്, അതാണ് സ്നാനഘട്ടിക്ക് സമീപമുള്ളത്. അതും പ്രധാന പാതയല്ലെങ്കിലും ഇടവഴി ഉള്ള ഒരു റോഡിന് തൊട്ട് സമീപത്താണുള്ളത്. ഇതിലെല്ലാം അപ്പുറം ഈ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ അത് എങ്ങനെ പരിശോധന നടത്തും, അത് സംബന്ധിച്ച ഒരു കൂടിയാലോചന ഇന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉദ്യോഗസ്ഥർ ആ രീതിയിൽ ഇനി മുന്നോട്ട് എങ്ങനെ ഈ ഒരു തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഏതായാലും ഇത് ദൃശ്യം ചിത്രീകരിക്കാൻ കഴിയാത്ത രീതിയിൽ, അതല്ലെങ്കിൽ വിവരങ്ങളൊന്നും പോകാത്ത രീതിയിലാണ് പരിശോധന നടത്തുന്നത്. ചുറ്റും മറകെട്ടി അത്തരത്തിലാണ് പരിശോധന നടത്തുന്നത്. ഇനിയും JCB ഉപയോഗിച്ച് തന്നെ ഇനി വരുന്ന 3 പോയിന്റുകളും പരിശോധന നടത്താൻ പറ്റും. കാരണം JCB പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലാണ് ഈ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഒരുപക്ഷെ നാളത്തേക്ക് തന്നെ ഈ 3 സ്ഥലങ്ങളും പൂർത്തിയാക്കി ഇനി തുടർ നടപടി സംബന്ധിച്ച ആലോചന ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജ. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് ധർമ്മസ്ഥലയിൽ നിന്ന്. ധർമ്മസ്ഥലയിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടക്കുകയാണ്. ഇന്നത്തെ ദിവസം പരിശോധനയില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്.